ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വറുത്തരച്ച നമ്മളെ നാടൻ സ്റ്റൈലിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും വീട്ടിൽ വറുത്തരച്ച് വെക്കുമ്പോൾ അടുപ്പിലാണ് വെക്കുക, അതും മൺചട്ടിയിൽ. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പം അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഒരു 1.5 കിലോ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു 3-4 പീസ് ചിക്കൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ചിക്കൻ നല്ല വൃത്തിക്ക് ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. ഈ കക്കും കരളൊക്കെ ഞാൻ ചിക്കൻ കറിയിൽ ഇടാറുണ്ട് കേട്ടോ. ചില ആൾക്കാർ പറയും അതൊന്നും കഴിച്ചുകൂടാന്നൊക്കെ. എനിക്കതിനെക്കുറിച്ചറിയില്ലേ. അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി വെച്ച ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. അധികം വേണ്ട, ഒരു ചിക്കന് പിടിക്കാൻ മാത്രം കുറച്ച് കല്ലുപ്പ്. ഇനി നന്നായി തിരുമ്മിയിട്ട് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ഉള്ളിയെല്ലാം വഴറ്റുന്ന ആ ഒരു സമയം അത്രേ വേണ്ടൂ. അപ്പോഴേക്ക് ചിക്കന് ഉപ്പ് പിടിച്ചോളും. ഇനി നമ്മളിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു തേങ്ങയുടെ പകുതി ഭാഗം ചിരവിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അധികം ആയാൽ കറിയിലൊരു തേങ്ങേൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ഞാനൊരു 1 കിലോ വരെ ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞു തേങ്ങയുടെ പകുതി മാത്രമേ തേങ്ങ എടുത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനിതാ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. അപ്പോൾ ഇതിന് നമുക്ക് നന്നായി ഇളക്കി തേങ്ങേൻ്റെ ആ ഒരു വെള്ളം പോകണം. അതുവരെ നന്നായിട്ട് ഇളക്കി ഒരു ഡ്രൈ ആകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ ഈ അടുപ്പിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ തേങ്ങ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതെൻ്റെ തേങ്ങ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ ഒന്ന് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ കരിഞ്ഞാൽ പിന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങ വറവ് ഒരു പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായി ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എൻ്റെ തേങ്ങ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകമാണ് കേട്ടോ ഇടുന്നത്. സാദാ ജീരകം അതൊരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് തന്നെ ഈ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇത് ജീരകം ഇട്ടിട്ട് അധികമൊന്നും വേണ്ട, ഒരു ഇട്ട് കുറച്ചൊന്ന് ചൂടാവുന്നത് വരെ മാത്രം. ചില ആൾ തേങ്ങ വറുക്കുന്നതിൽ ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇടാറുണ്ട്. ഞാനതൊന്നും ഇടാറില്ല. വെളുത്തുള്ളിയും കറിവേപ്പിലയും സാദാ ജീരകവും അത് മാത്രമേ ഞാൻ തേങ്ങ വറുക്കുന്നതിൽ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇതാ നല്ല ബ്രൗൺ കളറായി, നല്ല ജീരകമെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനപ്പോൾ ഇത് മെല്ലെ ഒന്നങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി നമുക്കിത് ചൂടാറിയിട്ടാകുമ്പം മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണയാണല്ലോ നല്ലത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം. ഞാൻ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കാറ്. അപ്പം എൻ്റെ വെളിച്ചെണ്ണ ചൂടായി. ഇനി അതിലേക്ക് ഇതാ ഒരു വലിയ സവാള, നമ്മളിവിടെ ഉള്ളി എന്ന് പറയും, അപ്പം വലിയൊരു ഉള്ളി തന്നെ ഞാൻ മുറിച്ചിടുന്നുണ്ട്. ഞാൻ നേരത്തെ മുറിച്ച് വെക്കാത്തത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സൈസ് ഉള്ളി ആണ് ഞാൻ മുറിച്ചിടുന്നത്. ഇനി ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം മുറിച്ചിടാം. അപ്പം ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കണം. അപ്പം നമ്മൾ ഉള്ളി നന്നായി ഇളക്കി അതിലേക്ക് പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചിക്കനിലിട്ടത് കൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ ഉള്ളി വഴറ്റാൻ വേണ്ടി, ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ടിട്ടുള്ളത്. ഓരോ കറീൻ്റെ ടേസ്റ്റും നമ്മൾ നല്ല സമയമെടുത്ത് ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ. കുറച്ച് ഉള്ളി തക്കാളി എല്ലാം കൂട്ടി ഒന്ന് വഴറ്റി അത് കുക്കറിലിട്ട് ആക്കുമ്പോഴൊക്കെ അത് അതിൻ്റെ ടേസ്റ്റേ കിട്ടത്തുള്ളൂ. പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ സമയമെടുത്ത് എല്ലാം ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ട് നന്നായി ചതക്കുന്നുണ്ട്.
ഇതപ്പോൾ സൈഡിലുള്ളതെല്ലാം ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കി അല്ലെങ്കിൽ സ്പൂണ് വെച്ച് ഇളക്കിയിട്ട് നന്നായി ഒന്ന് ചതക്കണം. ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഉള്ളിയിൽ കിടന്നിട്ട് നന്നായി ആ ഒരു സ്മെല്ല് വരുമ്പം തന്നെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ് വരിക. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതിലിട്ടു. നന്നായി ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കിതാ ഒരു മീഡിയ ഒരു കുഞ്ഞു തക്കാളി 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി അധികം ഇട്ടാൽ പുളി കൂടിയാൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ചെറിയൊരു തക്കാളി എടുത്തത് 2 എണ്ണം. അപ്പോൾ അതും അതിലേക്ക്, ഇതൊക്കെ ഞാൻ മുഴുവനോടെ വെച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും ഈ മുറിച്ച് വെച്ചാൽ എത്ര അളവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ വെച്ച് ഇങ്ങനെ മുറിക്കാതെ വെച്ചാൽ നിങ്ങൾക്കതൊരു കാണുന്നവർക്ക്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കെല്ലാം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ 2 തക്കാളി ഇട്ടു. പിന്നെ ഇതാ പച്ചമുളക് 2 എണ്ണം. പച്ചമുളക് ഇട്ടാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഞാൻ ആദ്യമൊന്നും കറിയിൽ പച്ചമുളകൊന്നും ഇടലില്ല. മുളക് പൊടിയും കുരുമുളകെല്ലാം ഇടുന്നുണ്ടല്ലോ, പിന്നെന്താന്ന് വിചാരിക്കും. പിന്നീടാണ് എനിക്ക് ആ ടേസ്റ്റ് മനസ്സിലായത്. അപ്പോൾ ഇതെൻ്റെ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് സമയമെടുത്ത് നന്നായി വാട്ടിയതിന് ശേഷം മാത്രമേ പൊടിയിടാവൂ. അപ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1-1.5 സ്പൂണ് മുളക് പൊടി. ഞാൻ കാശ്മീരി മുളകും മറ്റേ സാദാ മുളകും കൂടി മിക്സ് ആക്കിയിട്ടാണ് പൊടിക്കാറ്. അപ്പോൾ എൻ്റെ മുളകിൻ്റെ കളർ അതാണ്, നല്ല റെഡ് കളറാണ്, എരിവ് കുറവാണ്. അപ്പോൾ ഞാൻ ഒരു 1-1.5 സ്പൂണ് മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു സ്പൂണ്, ഒരു വലിയ സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നമ്മുടെ ആ പൊടീൻ്റെ കുത്തലൊക്കെ മാറി മസാലയൊക്കെ നന്നായി ചൂടാവണം. പിന്നെ അടുപ്പത്ത് വെച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. വിറകൊക്കെ ഒന്ന് കത്തിക്കുമ്പോൾ ഇങ്ങനെ തീ പാടായാൽ നമ്മൾ ഈ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് കറിയുടെ ടേസ്റ്റേ മാറും. അപ്പോൾ എന്താ എൻ്റെ പൊടികളെല്ലാം ആ ഒരു നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചെറുതായല്ലേ നമ്മൾ കട്ട് ചെയ്ത്, അപ്പോൾ ഉപ്പൊക്കെ നല്ല വൃത്തിക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി നന്നായി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഇളക്കി സെറ്റായി എന്ന് കണ്ടാൽ മൂടി വെച്ച് വേവിക്കുക. ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് ചെറിയൊരു തീയിൽ നമുക്ക് മൂടി വെച്ചാൽ തന്നെ അതിലേക്ക് ചിക്കൻ്റെ വെള്ളവും ഉള്ളിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിക്കോളും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി, ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം ആവശ്യത്തിന് നമ്മുടെ ചിക്കനിൽ ഇതാ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ചത് കൊണ്ട് അടിക്ക് പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ നമ്മുടെ ഉള്ളിയിലും എന്താ പറയുക, ചിക്കനിൽ ഇങ്ങനെ കിടന്ന് വെന്ത് ആവുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ആ ചിക്കൻ വേകുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഇതാ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജാറിലേക്ക് ഇടാം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സാധനത്തിൽ കൊണ്ട് ജാറിലേക്ക് ഇടാനും പറ്റുന്നില്ല. ഞാൻ അവസാനം കൈ തന്നെ ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇതെല്ലാം കൂടി നമ്മളെ ജാറിലാക്കി അത് അരച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും വന്നിതാ മൂടി തുറന്ന് നോക്കിയപ്പം ചിക്കനിൽ വീണ്ടും വെള്ളം കയറി. അപ്പോൾ നമ്മുടെ ചിക്കനിൽ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കണ്ടോ, ഒന്നും അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്നില്ല, പേടിയൊന്നും വേണ്ട. അടുപ്പത്ത് തീ ചെറുതായി കത്തിച്ചാൽ മതി. നല്ല വൃത്തിക്ക് ചിക്കൻ വെന്ത് കിട്ടും. പിന്നെ ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നല്ല മണം വരുന്നുണ്ട്. നമ്മൾ തേങ്ങ വറുത്തതിൻ്റെയും ചിക്കൻ വേവുന്നതിൻ്റെയും ഒന്നും പറയണ്ട, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾ അരപ്പ് ശ്രദ്ധിച്ചെന്നോ അറിയില്ല, ഞാൻ അരപ്പിൽ ഒരു തുള്ളി വെള്ളം ചേർത്തില്ല. ഇപ്പോഴാണ് ഇതാ ജാറ് കഴുകാൻ മാത്രമാണ് വെള്ളം ഉപയോഗിച്ചത്. നമ്മൾ ആ 1 ടേബിൾ സ്പൂണല്ലേ ഇതിൽ തേങ്ങയിൽ വറുക്കുമ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ആ ഒരു ഇതിൽ തന്നെ വെള്ളം കൂട്ടാതെ അരച്ചാൽ തന്നെ നല്ല ഇങ്ങനെ മഷി പോലെ നല്ല തിക്കായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പം ഞാൻ ഈ അരവെല്ലാം മിക്സായതിന് ശേഷം ഇനി നമുക്ക് എത്രയാണോ കറി വേണ്ടത് ആ ഒരു കറിക്ക് കണക്കായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. അപ്പം ഞാനൊരു കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
എന്താ വെച്ചാൽ കുറച്ചൊന്ന് ലൂസാക്കണം. വീണ്ടും ഇനി നമുക്ക് കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല ഇടാനുണ്ട്. ഞാൻ കുരുമുളക് അരക്കുന്നതിൽ മുഴുവനോടെയാണെങ്കിൽ കുരുമുളക് മുഴുവനാണെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്തിടും, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഇപ്പം ലാസ്റ്റാണ് ഞാൻ ഇടുക. അപ്പോൾ നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്താ പറയുക, നമ്മുടെ ചിക്കൻ മസാലയും കുരുമുളകും പിന്നെ മല്ലിയില, കറിവേപ്പില, ഇത് 4 കൂടി ലാസ്റ്റ് ഇടുന്ന സംഭവമാണ് കേട്ടോ. എനിക്കിപ്പം വായിന്ന് വെള്ളം വരുന്നു. കാണുമ്പോൾ എന്താ പറയുക, നമ്മളെ കറി കാണുമ്പോൾ ഇങ്ങനെ വായിന്ന് വെള്ളം വന്ന്, അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കറി. അപ്പോൾ ഏകദേശം ഇതാ നമ്മളെ കറിയായി. ഇനി ഈ ഇപ്പോൾ ഇട്ട ഈ പൊടികളും ഇലകളും ഒന്ന് തിളക്കണം. തിളച്ചാൽ നമ്മളെ കറി റെഡി. അപ്പോൾ ഇതാ ആ സൈഡിൽ നോക്കി അങ്ങ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ കറിയുടെ ഭാഗം. അപ്പം അടിപൊളി ചിക്കൻ കറിയാണ്. എന്താ കറക്റ്റ് നമുക്ക് കണക്കായ ഗ്രേവി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകും. അപ്പോൾ എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കി വെക്കണം. ബായ്.